അല്ലെങ്കിൽ ശുക്രന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെന്നൊരു കാണാം. അതല്ലെന്നൊരു ഈ 10 മിനിറ്റ് കഴിയുന്നുണ്ട് അടിച്ചു വിട്ടിട്ട് നിങ്ങളുടെ പ്രഡിക്ഷൻ വരുന്നുണ്ട്, അത് പോയിട്ട് കാണാം. അത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം നിങ്ങളുടെ തന്നെ പ്ലാനറ്ററി പൊസിഷനാണ്. കാരണം ഒരു ഹൗസിന്റെ പോലും ആവശ്യമില്ല. അതാണ് ഈ ഒരു നാഡീ ജ്യോതിഷത്തിന്റെ വ്യത്യാസം എന്നുള്ള ഹൗസ് അല്ല, അവിടെ നമ്മൾ പ്ലാനറ്ററി പൊസിഷനാണ്. വെറും 5% മാത്രമേ നമുക്ക് അവിടെ ഹൗസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഗ്രഹങ്ങളെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് 159, 2610, 3711, 4812 അങ്ങനെയൊക്കെ പറയാം. അതായത് ആംഗിളിലോ 90 ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു സ്ക്വയറിലെ ഇങ്ങനെ പല രീതിയിലുള്ള ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി, ആ ഗ്രഹങ്ങൾ തമ്മിൽ കണക്ടിവിറ്റി വരുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ഇത്ര ഡിഗ്രി, ആ ഡിഗ്രി അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള നമുക്ക് മാറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഹൗസ് നിൽക്കുക, അങ്ങനെയുള്ളതും മാറ്റങ്ങളുണ്ടാവും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്ലി, വീക്കിലി അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. മന്ത്ലി പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻസ്, ട്രാവല്, അല്ലെങ്കിൽ ഹെൽത്ത്, വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ ഒറ്റ ഗ്ലാൻസിൽ അറിയാനുള്ള രീതിയിലുള്ള മോഡേൺ രീതിയിലുള്ള